ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണുകയും ഇവിടേക്ക് കുറച്ച് മുങ്ങൽ വിദഗ്ധരെ ഞങ്ങൾ സംഘടിപ്പിച്ച് വെച്ച മുങ്ങൽ വിദഗ്ധരെ അയക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ മെമ്പർ സെക്രട്ടറി കോഴിക്കോട് കലക്ടർക്ക് അത് അയച്ചു കൊടുക്കുകയും അതിലൊരു പരിശോധന നടക്കുകയും കുടുംബത്തിന് ആവശ്യമാണ് എന്ന് കുടുംബം ആവശ്യപ്പെട്ടാൽ ഉടനെ തന്നെ അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യാമെന്ന് ഉറപ്പ് തരികയും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ വന്ന് നോക്കിയപ്പോൾ പിന്നെ ഫൈൻഡ് അർജുൻ ആക്ഷൻ കമ്മിറ്റി എന്ന നിലയിൽ സംഭവ സ്ഥലത്ത് വന്ന് കുടുംബങ്ങളെയൊക്കെ ഒന്ന് കണ്ട് സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ കുറച്ചൊക്കെ ഡർജറുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഒരു ഏകോപനമില്ലായ്മയൊക്കെ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. അത് ബഹുമാനപ്പെട്ട ഈ കലക്ടർക്കും അതുപോലെ തന്നെ ഇവിടുത്തെ MLAക്കും ശ്രദ്ധയിൽപ്പെടുത്തണം എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. കണ്ടു. അപ്പോൾ അവർ ഞങ്ങളോട് സംസാരിച്ചപ്പോൾ അവർ ഈ തിരച്ചിലിൽ അവർ സംതൃപ്തരാണ് എന്നാണ് അവർ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. സർക്കാരിനോട് ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോഴുള്ള കാഴ്ചയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഡ്രഡ്ജർ വേലിയേറ്റ സമയത്ത് ഉപയോഗശൂന്യമാവുന്നതാണ് കാണുന്നത്. അതിന് താഴ്ചയിലേക്ക് പോകാൻ മാത്രമുള്ള കൈവലിപ്പം ആ ഡ്രഡ്ജറിന് ഉള്ള ഹിറ്റാച്ചിക്ക് പൊക്ലൈനില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ തുക മുടക്കി കൊണ്ടുവരുന്ന ഈ ഉപകരണത്തെ വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകുന്ന സമയത്ത് വേലിയിറക്കത്തിൽ സമയത്ത് മാത്രമാണ് അത് മണ്ണ് തൊടുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ കരയിലേക്ക് പലപ്പോഴും ഈ ലക്ഷ്മണൻ്റെ ധാപം എന്ന ഭാഗത്തൊക്കെയുള്ള അന്വേഷണം നടത്തുന്നത് ഇതുവരെയും വേണ്ടത്ര കേന്ദ്രീകരിച്ചിട്ടില്ല എന്നുള്ളൊരു അഭിപ്രായം ഇവിടെ വന്നപ്പോൾ നമുക്ക് കേൾക്കുകയുണ്ടായി. അതിലേക്ക് കൂടി ശ്രദ്ധയൂന്നണമെന്നാണ് കമ്മിറ്റിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം അന്വേഷണം ഒരേ സമയം കരയിലും ഈ പറയുന്ന തരത്തിൽ പുഴയിലും കരയിലും ഏകോപിപ്പിക്കാൻ കൂടി കഴിഞ്ഞാൽ കുറെ കൂടി ഇഫക്റ്റീവായിട്ടുള്ള ഒരു തിരച്ചിലായി മൂന്നാം ഘട്ടത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇതൊരു വലിയ പ്രതീക്ഷയാണ്. കുടുംബത്തിൻ്റെ ആണെങ്കിലും കേരളീയ പൊതുസമൂഹത്തിൻ്റെ ആണെങ്കിലും വലിയൊരു പ്രതീക്ഷയാണ്. ഇത്രയും വലിയ തുക മുടക്കിയിട്ട് നടത്തുന്ന ഒരു സംരംഭം ഇഫക്റ്റീവായി മാറാൻ ഇത്തരത്തിൽ ഒരു ഏകോപനം, നേരത്തെ കൺവീനർ സൂചിപ്പിച്ചതുപോലെ ഒരു ഏകോപനം കരയിലും പുഴയിലുമായി നടത്തുകയാണെങ്കിൽ, അതോടൊപ്പം തന്നെ കമ്മിറ്റി ആവശ്യപ്പെട്ട തെളിഞ്ഞ അന്തരീക്ഷത്തിൽ ഈ ഒരു മുങ്ങൽ വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു അഭിപ്രായം ആവശ്യം സംസ്ഥാന ഗവൺമെൻറ്റിന് മുമ്പാകെ വെച്ചിരുന്നു. അത് കേരള മുഖ്യമന്ത്രിക്കും നിവേദനം സമർപ്പിച്ചിരുന്നു. കർണാടക മുഖ്യമന്ത്രിക്കും ഇവിടുത്തെ ജില്ലാ കളക്ടർക്കും ഉൾപ്പെടെ മെയിൽ ചെയ്തിരുന്നു കമ്മിറ്റി. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച നടക്കുന്നുണ്ട്. അതുകൂടി ഫ്രൂട്ട്ഫുൾ ആവുകയാണെങ്കിൽ, ഇതോടൊപ്പം ചേർത്ത് വയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുങ്ങൽ വിദഗ്ധരുടെ കൂടി സാന്നിധ്യം ഈ പറയുന്ന തിരച്ചിലിന് സഹായകമാകും.